ചേകനൂരിന്റെ അതേ ആശയം ഇപ്പോൾ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൗലവിയുണ്ട്. മൗലവിന്റെ പേരൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഈ അടുത്ത് ഒരു വിവാഹത്തിന് നേതൃത്വം കൊടുത്തു. ഒരു ഖാദിയാരാണ്. എന്നിട്ട് ആര്യ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണിനെ അദ്ദേഹം നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ്. ആർക്ക്? ഒരു മുസ്ലിം പെണ്ണിന്, ഒരു മുസ്ലിം സഹോദരൻ. എന്നിട്ട് അവൻ അതിന് ആയത്തും ഹദീസും ഓതുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് മാജത്വരീക്കത്തുകാർ കേരളത്തിൽ വന്നു. എല്ലാം അതിന്റെ വഴിക്ക് അത് തിരിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് കുതന്ത്രവുമായിട്ട് എല്ലാ കാലങ്ങളിലും വരാറുണ്ട്. അതങ്ങനെ തന്നെ തകർന്നടിയുകയാണ്. ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ് ഏത് ഇത്തിഹാദ് വന്നാലും, ഏത് മുത്തനാശയക്കാരൻ വന്നാലും, പുതിയ ത്വരീക്കത്ത് വ്യാജമായ എന്ത് വന്നാലും അതിനെ വളരെ ആധികാരികമായി തെളിവ് സഹിതം അതിനെ ഒളിച്ച് എറിയുന്ന ഒരു സംഭവമാണ് കണ്ടത്. അന്നൊരു ചേകനൂർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ പുതിയൊരു വാദങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാളിപ്പോ കാണാനില്ല. എന്നാൽ അതേ വാദവുമായിട്ട് ഒരാള് ഇപ്പോ എല്ലായിടങ്ങളിലും ഓടി നടക്കുന്നു. ഇവരുടെ പരിപാടിയെല്ലാം എന്താണ്? ജനങ്ങളുടെ യഥാർത്ഥ വിശ്വാസം തകർക്കുക എന്നുള്ളതാണ്. അപ്പോ അതിനെ തകർക്കുന്ന സന്ദർഭത്തിൽ അതിന് വേണ്ടതായ ചികിത്സ, മരുന്ന് നമ്മളുടെ സംസ്ഥയുടെ ആലിമ്യങ്ങളെല്ലാം വളരെ കൃത്യമായി നൽകുന്നുണ്ട്. അത് പ്രത്യേകിച്ചിട്ട് പേരൂർ ഉസ്താദിനെ പോലുള്ള മഹാന്മാർ അതിൽ മുന്നിലാണ്. ഏത് പുത്തനാശയമോ നിരീശ്വരവാദമോ ഇസ്ലാമിനെതിരായിട്ട്, ഇസ്ലാമിന്റെ വിശ്വാസത്തിനെ കളങ്കപ്പെടുത്തുന്ന എന്ത് വന്നാലും അതിനെ വളരെ ആധികാരികമായി നേരിട്ട് പരാജയപ്പെടുത്തുന്നതിൽ മുന്നിൽ നിൽക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദ്. പേരൂർ ഉസ്താദ് ഇന്നലെ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിലെ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ആ ചേകനൂരിന്റെ അതേ ആശയം ഇപ്പോൾ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൗലവിയുണ്ട്. മൗലവിന്റെ പേരൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഈ അടുത്ത് ഒരു വിവാഹത്തിന് നേതൃത്വം കൊടുത്തു. ഒരു ഖാദിയാരാണ്. എന്നിട്ട് ആര്യ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണിനെ അദ്ദേഹം നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ്. ആർക്ക്? ഒരു മുസ്ലിം പെണ്ണിന്, ഒരു മുസ്ലിം സഹോദരൻ. എന്നിട്ട് അവൻ അതിന് ആയത്തും ഹദീസും ഓതുകയാണ്. പരിശുദ്ധ ഖുർആനിൽ എന്നും അതേപോലെ തന്നെ മുശ്രിക്കാത്തിനെ നിങ്ങൾ വിവാഹം കഴിക്കരുതെന്നും പച്ചയായി പറഞ്ഞത് ഖുർആനിലുണ്ട്. പക്ഷെ അതൊന്നും അയാൾക്ക് ബാധകമല്ല. അയാൾ പുതിയ മതം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ വളരെ വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ആര്യ അതെ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ ഈ ആര്യയുടെ ഭർത്താവ് കൊണ്ടുപോയി ഇറക്കി കൊടുക്കണം. തിരിച്ച് ഇവള് വരുമ്പോൾ അവള് കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാത്തോന്നും നല്ല സൗഹാർദ്ദം പറയുന്നത്. സൗഹാർദ്ദം എല്ലാ മതവും കുടിക്കാനുള്ള പരിപാടിയാണ്. എല്ലാ മതവും ഹിന്ദുക്കൾക്ക് ഹിന്ദുമതമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തണം, മുസ്ലിമീങ്ങൾക്ക് അതും കല്ലെത്താക്കണം. എല്ലാ മതവും കുടിക്കാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരു മൗലവി ഈ അടുത്ത രംഗത്ത് വന്നു. ഇതെല്ലാം സാധനങ്ങളാണ്. വേറൊരു മൗലവി ഈ അടുത്ത രംഗത്ത് വന്നു. അവന്റെ വാദം എന്താണ്? അള്ളാഹു തആലക്ക് 60 മുഴ, അള്ളാഹുവിന് 60 മുഴം. അതെ, അള്ളാഹു തആല ആദം നബിയുടെ കോലത്തിലാണ്. അതിന് അവൻ ഹദീസ് ഉദ്ധരിക്കുകയാണ്. എന്ന് പറഞ്ഞ് ഹദീസ് ഉദ്ധരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ ഹദീസിന്റെ യഥാർത്ഥ അർത്ഥം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബി അള്ളാഹു പഠിച്ചു, അലാ സൂറത്തിഹി, ആദം നബിയുടെ രൂപത്തിൽ പഠിച്ചു. ആദം നബിയുടെ രൂപത്തിൽ പഠിച്ചു എന്നാണ്. അതിന് അവരർത്ഥം വെച്ചു അള്ളാഹിന്റെ രൂപത്തിൽ പഠിച്ചു അർത്ഥം വെച്ചു. അപ്പോ അതെ 60 മുഴാണ്. അപ്പൊ അള്ളാഹു അത് 60 മുഴ നീളം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കോലത്തിലാണ് പഠിച്ചവൻ എന്നവൻ അർത്ഥം വെച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ എന്തേ പിന്നെ ആദം നബിയുടെ കോലത്തിൽ പഠിച്ചു എന്ന് പറയേണ്ടതുണ്ടോ? ഇതിനെ സംബന്ധിച്ച് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. വലിയ വലിയ ഇമാമിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അങ്ങനെ പറയേണ്ടതുണ്ട്. കാരണം എന്നെയും നിങ്ങളെയും പഠിച്ചത് ഈ കോലത്തിലല്ല. എന്നെയും നിങ്ങളെയും പഠിച്ചത് ഈ കോലത്തിലല്ല. ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ എനിക്ക് താടിയുണ്ടോ? ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ എനിക്ക് പല്ലുണ്ടോ? ഞാൻ പ്രസവിക്കപ്പെടുമ്പോൾ ഇത്ര നീളമുണ്ടോ? ഇത്ര തടിയുണ്ടോ? ഇത്ര വലിപ്പമുണ്ടോ? എന്നാ പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ സൃഷ്ടിപ്പ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഞാൻ വെറും ബീജം മാത്രമായിരുന്നു. ഞാൻ ഘട്ടം ഘട്ടമായി മാറി വന്നിട്ടാണ് ഈ രൂപത്തിലെത്തിയത്. ആദം നബി അങ്ങനെയല്ല. ആദം നബി പഠിച്ചത് തന്നെ 60 മുഴം നീളത്തിലുള്ള ഒരു ശരീരം ഉണ്ടാക്കിയിട്ടാണ്. മറ്റുള്ള ജനങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ല എന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം അറിയാത്ത ജനങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ആദം നബിയുടെ കോലത്തിലാണ് പഠിച്ചവൻ എന്ന് വാദിക്കുന്ന ഒരു സാധനം ഈ അടുത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പല പ്രസംഗങ്ങളിലും അതിറങ്ങിയ ഉടനെ സൂചിപ്പിച്ചിരുന്നു, ഉള്ളടത്തൊക്കെ സൂചിപ്പിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എന്തെല്ലാം പുത്തൻവാദികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇനി ഏതൊക്കെ വരാനുണ്ടോ? എല്ലാ സാധനങ്ങളെയും അതേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തി ഇവിടെ ഈമാൻ സംരക്ഷിക്കുക എന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ നിർവഹിച്ച ഏറ്റവും ഉന്നതമായ ദൗത്യം. അതോടുകൂടെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ,
ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയത്തിലും പണ്ഡിതന്മാർ ഇവിടെ പ്രവർത്തിച്ച് എല്ലാ ജനങ്ങൾക്കും ഉപകാരം ചെയ്യും. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഉയർത്തിപ്പിടിച്ച് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഉണ്ടായത്. അതിന്റെ 100ാം വാർഷികം അടുത്ത വർഷം ജനുവരിയിൽ നടക്കാൻ പോകുന്നു. അതിന്റെ പ്രചാരകരാകാൻ വേണ്ടി ഉസ്താദ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തോടെ ആദർശത്തോടെ ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ മരിക്കുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.